മിക്കവാറും 70% ആളുകളും അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒന്നാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ കഴിവുകളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും എപ്പോഴും സംശയമായിരിക്കും. തങ്ങൾക്ക് കിട്ടിയ അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ വെറും ലക്ക് കൊണ്ട് മാത്രമാണെന്നും അല്ലാതെ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടോ സ്കില്ല് കൊണ്ടോ അല്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ കഴിവുകളിൽ അവർക്ക് എപ്പോഴും സെൽഫ് ഡൗട്ട് ആയിരിക്കും. കോപ്പിംഗ് മെക്കാനിസമായി അവർ എപ്പോഴും കാര്യങ്ങളെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫെക്ഷനിസ്റ്റ് ആകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. അവരുടെ സക്സസിനെ മറ്റുള്ളവരുമായി അവർ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന പഠനങ്ങളിൽ മനസ്സിലാക്കിയ പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ വളർന്നു വന്ന സാഹചര്യമാണ്. അവരുടെ കഴിവുകളെ തീരെ അംഗീകരിക്കാത്ത, അവരെ എപ്പോഴും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്ന, എപ്പോഴും അവരെ ബ്ലെയിം ചെയ്യുന്ന പേരൻസ് ആണ് അവർക്കുള്ളതെങ്കിൽ അഡോളസെന്റ് ഏജിൽ ഈ ഒരു അവസ്ഥ അവർക്ക് കാണപ്പെടുന്നു. നമുക്കുണ്ടാവുന്ന പ്രൗഡ് മൊമെന്റ്സ് അല്ലെങ്കിൽ വിജയങ്ങളെ ഇടയ്ക്കിടെ കൂടെ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ ഫീലിംഗ്സിനെയും ഫാക്ട്സിനെയും സെപ്പറേറ്റ് ആയി നമുക്ക് കാണാൻ ശ്രമിക്കുന്നതിലൂടെ, അതായത് നമ്മുടെ ഇമോഷൻസും ഫാക്ട്സും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയുന്നതിലൂടെ, നമുക്ക് ലഭിക്കുന്ന അപ്രീസിയേഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഒരു നല്ല പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിലൂടെ ഇമ്പോസ്റ്റർ സിൻഡ്രോം നമുക്ക് മറികടക്കാവുന്നതാണ്.